ഹായ് ഓൾ, വെൽക്കം ടു പ്രൊപ്പോസ് യു ജി പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. CUET PG 2025 റെസ്പോൺസ് ഷീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആൻസർ കീയും റിലീസ് ആയിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അഥവാ പ്രൊഫഷണൽ ആൻസർ കീ നോക്കി നിങ്ങൾ റെസ്പോൺസ് ഷീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചില ഉത്തരങ്ങൾ പ്രൊഫഷണൽ ആൻസർ കീയിൽ കൊടുത്തത് തെറ്റാണെന്ന് തോന്നിയേക്കാം, ചിലപ്പോൾ 100% തെറ്റുമായിരിക്കാം. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ളൊരു ഓപ്ഷൻ കൂടെ NTA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ചലഞ്ച് ആൻസർ കീ അല്ലെങ്കിൽ ആൻസർ കീ ചലഞ്ച്. ഈ ആൻസർ കീ ചലഞ്ച് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരും ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ചിന്തിക്കാം. മറ്റൊന്നും കൊണ്ടല്ല, ഓരോ ആൻസർ ചലഞ്ച് ചെയ്യുമ്പോഴും നിങ്ങൾ 200 രൂപ പേ ചെയ്യേണ്ടതുണ്ട്. അതായത് 10 ചോദ്യങ്ങൾ നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 2000 രൂപയാണ് നിങ്ങൾക്ക് മൊത്തമായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ കുറച്ച് സ്ട്രാറ്റജൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കാര്യം തീരുമാനിക്കാവുന്നതാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് വന്നിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ എന്തായാലും മറ്റുള്ളവർ അത് ചലഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഒരാൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉത്തരം മാറിയാൽ അതിന് കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതിയിട്ടുള്ള എല്ലാവർക്കും മാർക്ക് ലഭിക്കും. അല്ലാതെ നിങ്ങൾ ചലഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കൂ എന്നുള്ളൊരു ധാരണ ആർക്കും വേണ്ട. ഒരാൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പരീക്ഷ എഴുതിയ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ആ ചോദ്യത്തിന് എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അതിനുള്ള മാർക്ക് കിട്ടും. ഇനി അതല്ല, കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. ഇനി ഒരു ചോദ്യത്തിന് തന്നെ 2 ഉത്തരം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു കൃത്യമായുള്ള റെഫറൻസ് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കോളേജിലെ ടെക്സ്റ്റ് ആയിരിക്കാം, മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ടെക്സ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജേർണൽസ് ആയിരിക്കാം. ഇനി അങ്ങനെ വളരെ വിശ്വസിക്കാവുന്ന വളരെ ഒതന്റിക് ആയിട്ടുള്ള സോഴ്സുകളും അറ്റാച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉത്തരം ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് സോഴ്സ് എവിടുന്നാണ് നിങ്ങൾക്ക് അത് കിട്ടിയത് എന്നുള്ള കാര്യം കൂടെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ആൻസർ കീ ചലഞ്ച് ചെയ്യാൻ. സോ എങ്ങനെയാണത് ചെയ്യാന്നുള്ളത് വളരെ കുറഞ്ഞ സ്റ്റെപ്സിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ട് പറയുന്നത് മറ്റൊന്നുമല്ല, 200 രൂപയാണ് പേയ്മെന്റ് വരിക. അതുപോലെ ആൻസർ കീ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ 24 11 മണിക്ക് മുമ്പായിട്ട് ചെയ്തു പോവേണ്ടതുണ്ട്. അതിനുശേഷം അവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല, ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. ഇനി ആൻസർ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് മെയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല. ഫൈനൽ ആൻസർ കീയിൽ നിങ്ങൾ ചലഞ്ച് ചെയ്ത ചോദ്യം മാറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒന്നെങ്കിൽ നിങ്ങളുടെ ചലഞ്ചാണ്, അല്ലെങ്കിൽ മറ്റാരോ ഒന്നുകൂടെ നിങ്ങളുടെ കൂടെ അത് ചലഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉത്തരം മാറി വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇത്രയാണ് നോട്ടിഫിക്കേഷനിൽ പറയാനുള്ളത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന CUETPG.NTA.online.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനൊക്കെ തന്നെ കയറിയുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാനുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഈ ക്യാപ്ചയും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കീ ചലഞ്ചിലേക്ക് കടക്കാവുന്നതാണ്. സോ ഇങ്ങനെയാണ് ആൻസർ കീ ചലഞ്ച് ഉണ്ടാവുക. ഇവിടെ സബ്ജക്ട് 1 കൊമേഴ്സ് എന്നുള്ളത് ഇവിടെ ഒരു മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ് ഉണ്ടാവുക. ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മൈനസിൽ കിടക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡ്രോപ്പ് ഡൗണിൽ അല്ലെ ഡ്രോപ്പ് ഡൗൺ മെനു പോലെ തന്നെ ഓപ്ഷൻസും അതുപോലെ ക്വസ്റ്റ്യന്റെ ID വരുന്നതായിരിക്കും. അപ്പൊ ഇതിൽ നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. 73967681 ഇതാണ് നമ്പർ വരുന്നത്, ക്വസ്റ്റ്യന്റെ ID വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ IDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ 4 ഓപ്ഷൻസ് ആണ് 7396763301020304. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് NTA പ്രൊഫഷണൽ കീയിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ എന്നുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എത്ര ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് സെൻസിബിൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്ന് മാർക്ക് ചെയ്തിട്ട് ചുമ്മാ മാർക്ക് ചെയ്താണ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഇതിലൂടെ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. സോ ഇത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്, കൃത്യമായിട്ടുള്ള റെഫറൻസ് അല്ലെ കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ഇത് എവിടെയാണ് കണ്ടതെന്നുള്ളത് അതിന് ആവശ്യമായുള്ള അല്ലെ അത് പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യണം, അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്യാനുണ്ട്. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ആൻഡ് റിവ്യൂ ക്ലെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റിനായിട്ടുള്ള ഒരു വിൻഡോ വരും. ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യുക. 3 ചോദ്യമാണെങ്കിൽ 600 രൂപ കൊടുക്കണം, 5 ആണെങ്കിൽ 1000 രൂപ കൊടുക്കണം. ഓരോ ചോദ്യത്തിനും 200 രൂപ വീതമുള്ള പേയ്മെന്റ് അവർ കളക്ട് ചെയ്യും. പേയ്മെന്റ് റിസീവ്ഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ റെസീറ്റ് വരും, റെസീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ അതല്ലാതെ ഉത്തരം മാറി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, മെയിലും കാര്യങ്ങളും തന്നെ വരുന്നതായിരിക്കില്ല. സോ ഇങ്ങനെയാണ് ആൻസർ കീ ചലഞ്ച് ചെയ്യേണ്ടത്. ആർക്കെങ്കിലും ഒക്കെ തന്നെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നാളെ രാത്രി 11 മണിക്ക് മുമ്പായിട്ട് ആൻസർ കീ ചലഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലത്തെ കോണ്ടന്റ്സ് ഒക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ദയവായി UG+ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും പീസ് ഔട്ട്.